ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഇന്നലെയാണ്. ഇന്നലെ നമ്മൾ ഭീമൻ ഫോൾസ് കാണാൻ പോയടുത്ത് നിന്നാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഭീമൻ ഫോൾസ് കാഴ്ചകളാണ്. അതിന് ശേഷം ആയിരിക്കും നമ്മൾ ബാക്കിയുള്ള ശരിക്കും ഇന്നത്തെ കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മൾ ഭീമൻ ഫോൾസിലേക്ക് പോണ വഴിയിലുള്ള ഒരു പുഴയും കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഭീമൻ ഫോൾസിലേക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളാണ്. അതിന് ശേഷം നമുക്ക് ഭീമൻ ഫോൾസിലെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, നമ്മളങ്ങനെ ഭീമൻ ഫോൾസിൻ്റെ അവിടേക്ക് ഉള്ളിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളതിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നടന്നു പോകേണ്ടത്. സോ അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. നടന്നു പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്നത് ഒരു ആർട്ട് വർക്കാണ്. ഈ ആർട്ട് വർക്ക് ഉള്ളത് നമ്മുടെ ഒരു മരത്തിൻ്റെ കൊമ്പമ്മയാണ് കേട്ടോ. ഒരു സ്നേക്കിൻ്റെ ഡ്രാഗൻ്റെ ഒക്കെ ആർട്ട് വർക്ക്. പിന്നെ അതേ ഇവിടെ ബാനിയൻ ട്രീ പോലെ ഇങ്ങനെ വേരൊക്കെ താഴ്ത്തു വന്നിട്ടുള്ള ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ നടന്ന് പോകാണ്ട് നമ്മുടെ ഫോൾസിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാർ എക്സ്പോ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും നേരെ തിക്കി നിരഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ നടന്നു പോയി വ്യൂ കാണാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാട്ടിൽ കൂടെ നടന്നാലാണ് നമുക്ക് ലൊക്കേഷനിൽ എത്താൻ പറ്റുള്ളൂ. സോ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ അതിരമ്പള്ളിയൊക്കെ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ്, അത്രയ്ക്കില്ലെങ്കിലും ചെറിയൊരു സെറ്റപ്പ്. സോ എന്തായാലും കാണിച്ചാൽ അപ്പോൾ ഒരു എസ്തെറ്റിക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ മിഥുൻ്റെ സ്കിൽസാണ് നിങ്ങൾ കാണുന്നത്. സോ എല്ലാവരും അങ്ങോട്ട് നീങ്ങുന്നൊക്കെ വന്നിട്ട് എസ്തെറ്റിക് ഫോട്ടോയാണ് എടുക്കാൻ പോകുന്നത്. സോ ആ ഫോട്ടോ ഇപ്പോൾ കാണിക്കാം. സോ ഇതാണ് കേട്ടോ ഭീമൻ ഫോൾസിൻ്റെ നമുക്ക് പോകാൻ പറ്റാവുന്ന സ്ഥലം ഇത്രയേ ഉള്ളൂ. അപ്പുറത്തേക്ക് നമ്മൾ ആദ്യം കാണിച്ചോടത്തേക്ക് ഇപ്പോൾ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. അതുകൊണ്ട് ഈ ചെറിയ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ താഴ്ച കുറച്ചുകൂടി വലിയ ഇതുണ്ടായിരുന്നു. ഭീമൻ ഫോൾസിനെ കുറിച്ചുള്ള അഭിപ്രായം? കുറച്ചുകൂടി സൗണ്ടിൽ കേൾക്കില്ല. ആ ഉണ്ട്, പറ. ബാക്കി പറ. പക്ഷെ അവിടെ പോകാൻ പറ്റില്ലല്ലോ. ഉണ്ട് വീഡിയോയിലുണ്ട്. ഇവിടത്തെ ഈ ഒരു ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനെ കുറിച്ച് കുഴപ്പമില്ലാന്ന് പറയാം. കുറച്ച് വൃത്തിയാണ്. എന്ത് അങ്ങനെ നമ്മൾ വൈബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ന്യൂസ് ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ ഭീമൻ ഫോൾസിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് സബരീഷ് പറയുന്നുണ്ട് അവൻ്റെ അഭിപ്രായം. പിന്നെ അരുൺ പ്രസാദ് ആൻറ്റോ ഇവിടെ ക്യാമറ പിടിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടി. സബരീഷിന് ശേഷം അരുണും പിന്നെ മിഥുനും കൂടി അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. ആ സമയം സബരീഷ് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഗൈസ്, നമ്മളങ്ങനെ ഭീമൻ ഫോൾസിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. സോ ബാക്കിൽ ചിരിയും തമാശയും കേൾക്കുന്നത് ഇവിടെ ഒരു ന്യൂസ് ചാനലുകാർ വന്ന് ഭീമൻ ഫോൾസിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിട്ട് ഇവരെല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ചിരി പച്ചപ്പാടൊക്കെ. സോ നമ്മളിനി എന്തായാലും താഴ്ത്തിറങ്ങി വീട്ടിൽ പോട്ടെ. பை கைஸ், நீ போலூர் எடுத்துட்டு சொல்றா. சொல்லு எப்படி போச்சு? நல்லா போச்சு. உன் நியூஸ் பார்க்கறதுக்காக தான் எல்லாரும் வெயிட்டிங். வாட் நியூஸ் ப்ரோ? ஓன் நியூஸ் தான். நியூஸ் 7ல அருண் பிரசாத். நான் மட்டும் இல்ல, மித்துன் வருவான். பீப் வரலாமாடா? பீப் போடலாம். ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നമ്മൾ രണ്ടുപേരും കൂടി ഇനി കലസപക്കം ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അവിടെ നിന്ന് പോയ ശേഷം വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ BIT പോകണം. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ കലസപക്കത്തിൽ എത്തിയിട്ടുണ്ട്. സോ ആ ബാക്കിലെടുക്കുന്ന ബസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. സോ നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ.
നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയത് ഇവിടെ നിൽക്കുന്ന മൊത്തം ഫാർമേഴ്സ് ആണ് കേട്ടോ. സോ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബസ് റെഡിയാക്കിയിരിക്കണേ. സോ ഇവരെ നമ്മൾ V8ലേക്ക് കൊണ്ടുപോകണം. അവിടെ നമ്മൾ ഇന്നലെ പോയ പോലത്തെ ഒരു അഗ്രി എക്സ്പോ നമ്മുടെ കോളേജിൽ നടക്കുന്നത്. സോ അങ്ങോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഇന്നലെ പോയ പോലെ ഇന്ന് നമ്മുടെ കോളേജിൽ അഗ്രി എക്സ്പോ നടക്കുകയാണ്. സോ അങ്ങോട്ടേക്കാണ് നമ്മുടെ കലസപ്പകം ബ്ലോക്കിലുള്ള ഫാമേഴ്സിനൊക്കെ കൂട്ടി നമ്മൾ ബസ്സിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. സോ അവരിവിടെ മൊത്തം സ്റ്റോളും കാര്യങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി വൻ സീനാക്കി. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ ഇടപെട്ടൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും അവർ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓരോന്നായിട്ട്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah. MLA candidate ஆமாண்டா ஃபியூச்சர் MLA கேண்டிடேட். நான் பவுன் டாக் ஆடா Guys, Mr. Ryan and Mr. Vicky. സോ ഗൈസ് ഞാൻ ഈ സൂം ചെയ്യുന്നതാണ് കേട്ടോ സർബേഷ്. നമ്മുടെ ബാച്ചിൽ അഗ്രി ബാച്ചിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബോയ് ആണ് കേട്ടോ സർബേഷ്. സോ ഗൈസ് ഈ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ അഗ്രി ബാച്ചിൽ തന്നെ അധികം പെമ്പിളയെ എടുത്ത് സംസാരിക്കാത്ത ഹെവൻലി ഗൈസ് മെമ്പേഴ്സാണ് കേട്ടോ. സോ നമ്മുടെ റയൻ ബ്രോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഇവിടെ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ചെറിയ പരിപാടി ഉണ്ടായി. സോ അതൊന്ന് അറ്റൻഡ് ചെയ്ത് കുറച്ചേരം ഇരുന്നിട്ട് ഒരു IAS ഓഫീസറിൻ്റെ ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും കടകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ് എൻ്റെ കൂടെ. അതിനുശേഷം ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് ഹൈബിസ്കസ് ടീ കണ്ടു. സോ കഴിച്ചവരൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. സോ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അഭി മേടിക്കുകയാണ്. അഭി ഹൈബിസ്കസ് ടീ കുടിച്ചു നോക്കിയാണ്. എങ്ങനെയുണ്ട്? എന്ത് ടേസ്റ്റ് വന്നത്? ഓക്കെ കൊള്ളാം ഗൈസ്. നല്ല ലെമൺ ടീയിൽ ഇച്ചിരി മധുരമൊക്കെ ഇട്ടതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഹണി ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല ഹണിയാടാ, ഹൈബിസ്കസ് പ്ലസ് ഹണി. അപ്പം നമുക്ക് വീട്ടിൽ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് നോക്കാൻ എന്താണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെയൊക്കെ കൊണ്ട് ബസ്സിൽ പോകണം. സോ അത് ഇവിടെ ബസ്സുകളൊക്കെ കൊണ്ട് കാണിച്ചാൽ ശരിക്കും ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ട് കേട്ടോ. കണ്ട കൈസ് നിറച്ച് ബസ്സുകളും കണ്ടക്ടർമാർ ഡ്രൈവറൊക്കെയാണ്. ഗൈസ് അപ്പം നമ്മളങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാമേഴ്സിനെ കലസപ്പം ബസ് സ്റ്റോപ്പിൽ ഇറക്കി അവർക്ക് വീട്ടിലേക്ക് വിട്ടിട്ട് ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ ഭീമൻ ഫോൾസ് കാണാൻ പോയതും പിന്നെ ഇന്ന് നമ്മൾ V8യിൽ അഗ്രി എക്സ്പോ കാണാൻ പോയതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗായി വരുന്നത് എല്ലാവർക്കും ബൈ.